ഹായ് ഫ്രണ്ട്സ്, രാത്രിയായപ്പോൾ ഒരു വിശപ്പ്. ഇന്ന് അടുക്കളയിൽ കയറി എന്താ കഴിക്കാനുള്ളത് നോക്കാം. അങ്ങനെ ദേ അടുക്കളയിൽ കയറി ഡ്രോയൊക്കെ തുറന്ന് ചേച്ചി ദേ ഒരു പാത്രം പുറത്തോട്ടെടുക്കുക. ഇനി അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിലോ കഴിക്കാൻ എന്നാന്ന് പറഞ്ഞുകൊണ്ട് ദേ ചേച്ചി തുറന്ന് നോക്കണം കേട്ടോ. എന്നിട്ട് കുലുക്കിയൊക്കെ നോക്കുന്നു അതിനകത്ത് വല്ലതും ഉണ്ടോ. അങ്ങനെ ദേ നോക്കിയപ്പോൾ ദേ ഒരു പാക്കറ്റ് ഇപ്പി അതിനകത്തിരിക്കുന്നു. എന്നാൽ പിന്നെ അത് തന്നെ ഇന്ന് ഉണ്ടാക്കാം. കണ്ടോ, ദേ ഇതാണ് ആ സാധനം. ഈ ഇപ്പിയുടെ സാധനമാണ്. ഏകദേശം ഇപ്പിൻ്റെ ഉള്ളിൽ പോലെ ഇരിക്കും. പിന്നെ ഒരു കൊറിയൻ്റെ ഫ്ലേവർ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് എന്തായാലും ഉണ്ടാക്കി നോക്കാം. അതിനത് ചേച്ചി തന്നെ അവൾ തന്നെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി പാത്രമെല്ലാം വെച്ച് എന്നാൽ ഇനി അതിനകത്തോട്ട് ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ചു. ആ വെള്ളത്തിനൊപ്പം തന്നെ ഇച്ചിരി തിളച്ച് വരുമ്പോൾ ഇച്ചിരി ഓയിലും കൂടെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. അതാകുമ്പോൾ നമ്മുടെ എനിക്ക് ഇടുന്ന നൂഡിൽസ് അങ്ങോട്ട് ഒട്ടിപ്പോത്തില്ല. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ കേട്ടോ അത്. പിന്നെ കവർ ഒട്ടിച്ചപ്പോൾ ഇത് രണ്ടെണ്ണം അതിനകത്ത് ഉണ്ടായിരുന്നത്. ഒരു വെജീസും പിന്നെ അതിൻ്റെ മസാലയും കണ്ടോ. ആദ്യം തന്നെ ആ നൂഡിൽസ് അങ്ങോട്ട് പൊട്ടിച്ചിടുക. അത് ഇച്ചിരി ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും അപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് മറിച്ചിടും. അതിന് ശേഷം പിന്നെ ഒന്ന് ഇളക്കി കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ അത് കുക്കായി കിട്ടും കേട്ടോ. പിന്നെ ഒന്ന് ഇളക്കുക, കുറച്ചൊന്ന് ഇളക്കി അതിൻ്റെ ഇതൊന്ന് മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് കിട്ടിയ വെജീസും പിന്നെ ആ മസാലയൊക്കെയാണ് ഇടേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ആ വെജീസ് ഇട്ടു ഒന്ന് ഇതായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുണ്ടായിരുന്ന ആ മസാലയും കൂടെ അതിനകത്തോട്ട് പൊട്ടിച്ചിടാം. എന്നിട്ടൊന്ന് ഇളക്കുക, ഇച്ചിരി ഒന്ന് ഇളക്കുക. പിന്നെ ഒന്ന് ഇളക്കി അതൊന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കാം. അടച്ച് വെക്കാതെ തന്നെ നമുക്കിത് കുക്ക് ചെയ്യാം. എന്നാലും ചുമ്മാ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്നുകൂടെ ഒന്നത് കുക്കായി കിട്ടട്ടെ, അതിന് വേണ്ടിയിട്ടാണ് അടച്ച് വെക്കുന്നത്. അടച്ച് വെക്കേണ്ട കാര്യമൊന്നുമില്ല, എന്നാലും നമുക്ക് ചുമ്മാ ഒന്ന് അടച്ച് വെക്കാം. അധികം നേരമൊന്നുമില്ല കേട്ടോ, ഒരു മിനിറ്റ് അല്ല, അത്രയും പോലും വേണ്ട. അതിനുള്ളിൽ തന്നെ നമ്മൾ തുറന്ന് അന്ന് ഇച്ചിരി വെള്ളമൊക്കെ വറ്റി കണ്ടില്ലേ. ഇനിയിപ്പോൾ നമുക്കതൊന്ന് എടുത്ത് മാറ്റാം അല്ലേ. ഇനി നമുക്ക് തിന്നാനുള്ള പരിപാടി നോക്കി വെച്ചാൽ മതി. അപ്പം അതിനുവേണ്ടി ആദ്യം തന്നെ ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ടൊരു ബൗളിലോട്ട് അങ്ങോട്ട് നമുക്ക് കോരിയെടുക്കാം. കണ്ടില്ലേ കോരിയെടുക്കുന്നത്. അങ്ങനെ ചേച്ചി എല്ലാം ഒന്ന് കോരിയെടുത്ത് ഒരു ബൗളിലോട്ടായി. പിന്നെ ഒരു ചെറിയ ഡെക്കറേഷന് വേണ്ടി സെസമി സീഡ്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ആഡ് ചെയ്യാം. അങ്ങനെ നല്ല ചൂടോടെ നല്ല നൂഡിൽസ് നമ്മളിവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ തിന്നിട്ട് വരാവേ. കണ്ടില്ലേ, എല്ലാം തിന്ന് തീർത്തു. അപ്പോൾ ഈ ഒരു കുട്ടി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഗൈസ്.